സുകുമാരൻ അങ്ങനെ ഒരു കാര്യമില്ല. സുകുമാരനുള്ള ദോഷം എന്ന് പറയാൻ കാരണം അഹങ്കാരിയാണെന്ന് പറയും, നിഷേധിയാണെന്ന് പറയും, തൻ്റേടിയാണെന്ന് പറയും. ശരിയാണ്. പ്രതിഫലം കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങും. അത് മുൻപ് പറഞ്ഞതാണ്. അല്ലാണ്ട് അഭിനയം കഴിഞ്ഞു പോരുമ്പോൾ ഇടയ്ക്ക് വെച്ച് കൂടുതൽ ചോദിക്കില്ല. ഒരു നിർമ്മാതാവിനോ ഒരു സംവിധായകനോ തലവേദന ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ എത്ര ദിവസം ചോദിക്കുന്നു അത്ര ദിവസം കൊടുക്കുന്നു. രാവിലെ എത്ര മണിക്ക് ലൊക്കേഷനിൽ വരണമെന്ന് പറയുന്നു, 1 മണിക്കൂർ മുമ്പേ ലൊക്കേഷനിൽ എത്തുന്നു. വേറെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയാൻ കാരണം എന്നാൽ രസകരമായൊരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ആഹാരം മോശമാണെങ്കിൽ, ഉപ്പില്ലെങ്കിൽ, എരിവ് കൂടിയെങ്കിൽ അതൊക്കെ സാധാരണ പറയും. ഈ സുകുമാരനും പ്രേംനസീറും എല്ലാവരും കൂടിയിട്ടുള്ളൊരു സമയം, ഉച്ചഭക്ഷണ സമയം, ആഹാരം മോശമായിരുന്നു കേട്ടോ. അപ്പോൾ നസീർ സാറാണെങ്കിൽ എന്ത് കൊടുത്താലും നല്ലതേ പറയുള്ളൂ, ഒന്നും മോശം പറയില്ല. അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കേണ്ടതിൽ പലരും നസീർ സാറിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. സാറൊന്നും പറയുന്നില്ലല്ലോ, സാറിങ്ങനെ വളരെ അത് ഡെലീഷ്യസ് ഫുഡ് പോലെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. സുകുമാരൻ ദേഷ്യം വരും. സുകുമാരൻ മാത്രമല്ല, മറ്റൊരു ദേഷ്യത്തോടെ നോക്കുന്നു. ഇങ്ങനും ഇവർ കഴിക്കുന്നില്ല. സുകുമാരൻ സഖി കിട്ടി ചോദിച്ചു, സാറേ എന്ത് ഫുഡ് ഇത്രയും ടേസ്റ്റായിട്ട് കഴിക്കുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് ടേസ്റ്റ് സാറേ? സാറ് ബോർ ഫുഡല്ലേ? സുകുമാര, നമ്മളതിപ്പോൾ പറയണ്ട, ഫുഡ് ബോർ തന്നെയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അങ്ങനെയാണ് നസീർ സാറ്. അതേ സ്ഥാനത്ത് മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന സ്വഭാവമാണ് സുകുമാരൻ. അതുകൊണ്ട് തന്നെയാണ് സുകുമാരനെ തൻ്റെ നിഷേധി, മറ്റോ മറിച്ചോ എന്നൊക്കെ പറയുന്നത്.